Hello everyone, welcome back to Salem Learning. It's me, Muhammad Shafiq BK, your chemistry teacher. മക്കളെ, സിലബസ് മാറിയതിന്റെ ഭാഗമായിട്ട് ആദ്യമുള്ള പേടിയൊക്കെ മാറി ഇപ്പോൾ പതുക്കെ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, എന്തായാലും കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, വളരെ രസമുള്ള ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ. നമ്മളിപ്പോൾ അതിൻ്റെ പബ്ലിക് ലൈവുകളൊക്കെ പോകുന്നുണ്ട്. പാർട്ട് 1 പാർട്ട് 2 കഴിഞ്ഞു. ഇനി പാർട്ട് 3 ആയിട്ട് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ട് 8 സാറ് വരുന്നുണ്ട്. എനിവേ, നിങ്ങളത് എന്തായാലും ആ സമയത്ത് അതിൽ ജോയിൻ ചെയ്യാം. എനിവേ, ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ലടാ, ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ചാപ്റ്റർ തുടങ്ങുമ്പോൾ മക്കളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അതിലൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. എന്താണ് മക്കളെ, നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിനെ പറ്റി അറിയാലോ? മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളോ എവിടെ ഞങ്ങളെ പഠിപ്പിച്ചു? ആര് പഠിപ്പിച്ചു? ശരിയാ, നിങ്ങൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ബിക്കോസ് ഇത് സിലബസ് മാറിയപ്പോൾ വന്ന ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ഈ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എന്താണെന്നുള്ളത് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. എനിവേ, എന്താണ് ആ സീക്രട്ട് ടേബിൾ? മെന്റലീവ് എന്ന അത്ഭുതത്തിനെ പറ്റിയിട്ട് സാറിന് സംസാരിക്കാം. ഓക്കെ, ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാൻ ഉന്മേഷം കൂട്ടും. പ്ലസ് നിങ്ങൾക്ക് ആർക്കും കിട്ടാത്ത ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കാരണം ആരും ഇത് ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും എന്തുകൊണ്ടാണ് പീരിയോഡിക് ടേബിൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്? ലോകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും ക്ലാസിഫൈ ചെയ്ത് വെച്ച വളരെ ഭംഗിയുള്ള ടേബിളാണ് എന്ത് പറയുന്നത്, ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ പീരിയോഡിക് ടേബിൾ ആദ്യം തന്നെ ഈ ഒരു രൂപത്തിലേക്കായി മാറിയതാണോ? അല്ലല്ലോ. ആദ്യം തന്നെ പീരിയോഡിക് ടേബിളിനെ ഒരുപാട് മുന്നേ പോവുകയാണെങ്കിൽ ഒരുപാട് വേറെ കഥകൾ കേൾക്കാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിളിന് സാറ് പറയാം. ആദ്യമായി ക്ലാസിഫൈ ചെയ്തത് എന്താണ്? ജീവനുള്ള വസ്തുക്കൾ, ജീവനില്ലാത്ത വസ്തുക്കൾ എന്നായിരുന്നു. ഓക്കെ, ഓർഗാനിക്, ഇനോർഗാനിക് എന്നുള്ള നിലക്ക്. അതായത് മനുഷ്യന്, പക്ഷികൾ, മൃഗങ്ങളൊക്കെ എന്താവും? ജീവനുള്ളത്. കല്ല്, മണ്ണ്, ഇരുമ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ ജീവനില്ലാത്തത്. അങ്ങനെ ആയിരിക്കും തരം തിരിച്ചിട്ടുണ്ടാവുക. പിന്നീട് അതെന്തായിട്ടുണ്ടാവാം? ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നുള്ള രൂപത്തിലുള്ള തരംതിരികളൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ പിന്നീട് സയൻസ് ഇങ്ങനെ അപ്ഡേറ്റ് ആവില്ലേ? ശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കൂലേ? ഓക്കെ, അങ്ങനെ വളർന്ന് പിന്നീട് എന്തായി? എലമെന്റ്സ് ഒക്കെ കണ്ടെത്താൻ തുടങ്ങി. എലമെന്റ്സ് ഉണ്ടെന്നും ആറ്റങ്ങൾ ഉണ്ടെന്നും അതിൻ്റെ പേരുകളും അതിൻ്റെ മാസുകളും അതിൻ്റെ അറ്റോമിക് നമ്പർ പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധിച്ചു. ഈ സമയത്താണ് എന്തായത്? കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസിലേക്ക് ആര് പോകുന്നത്? സയന്റിസ്റ്റുകളൊക്കെ പോകുന്നത്. ഓക്കെ, അങ്ങനെ ട്രയാഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലോ ഓഫ് ഒക്ടേവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും സാർ ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിവേ, അടിപൊളിയായിട്ട് വളരെ അത്ഭുതകരമായി തോന്നുന്ന രൂപത്തിൽ ആദ്യമായി പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത് മെന്റലീവ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ്. ആരാ? മെന്റലീവ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ്. മക്കളെ, അദ്ദേഹം അത്ഭുതകരമായി കൊണ്ടുവന്നു എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അന്ന് അവൈലബിൾ ആയിട്ടുള്ള 60ഓളം എലമെന്റ്സ് ഉണ്ടായിരുന്നു. എത്ര എലമെന്റ്സ് ആണെടാ അന്ന് അവൈലബിൾ ആയിട്ടുള്ള? 60ഓളം എലമെന്റ്സ് ഉണ്ടായിരുന്നു. 60ഓളം എലമെന്റ്സിനെ അദ്ദേഹം വളരെ കൃത്യമായി അറേഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പീരിയോഡിക് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അതായിരുന്നു മെന്റലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പീരിയോഡിക് ടേബിൾ മെന്റലീവ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഓരോ കാർഡിലും അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ആറ്റവും അതിൻ്റെ ഡീറ്റെയിൽസും എഴുതി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെങ്ങനെ ഓർഡർ ആക്കി മാറ്റി. മക്കൾ ആലോചിച്ച് നോക്കി, നമ്മളെ കയ്യിലേക്ക് ഒരുപാട് ആറ്റംസിനെ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ഓർഡർ ആക്കാൻ നമ്മൾ ആദ്യം ചിലപ്പോൾ ആൽഫബറ്റിക് ഓർഡർ ആക്കും, ABCD ഓർഡറിലാക്കി വെക്കും. പ്രത്യേകിച്ച് ഓർഡർ ആക്കാൻ മാത്രം പോരല്ലോ, എന്തെങ്കിലും ഒരു കാര്യം കിട്ടണ്ടേ അതുകൊണ്ട്. ഓക്കെ, അങ്ങനെ മെന്റലീവും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരുപാട് രാത്രികൾ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ സമയത്ത് ഭ്രാന്തൻ കോലത്തിലേക്ക് മാറി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫുള്ള് ചിന്ത ഇതുമായിട്ടാണ്. കണ്ണാടിയിലൊക്കെ നോക്കാൻ ടൈം വേണ്ടേ? ആരാ കൂടുതൽ കണ്ണാടിയിൽ നോക്കുക? പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നും ഇല്ലാത്ത ആൾക്കാരാ. മെന്റലീവ് അങ്ങനെ അല്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരുപാട് ഉറക്കമൊഴിച്ച് ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൃത്യമായി ആഗ്രഹിച്ച് ലക്ഷ്യത്തിലേക്ക് വേണ്ടി വർക്ക് ചെയ്ത് തളരാതെ, മുഷിയാതെ, ഡിപ്രസ്ഡ് ആവാതെ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു മാജിക് ഡേ വരും. അന്ന് നമുക്ക് ചുറ്റുമുള്ളതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ദിവസം വരും. അന്ന് ആ മാജിക് സംഭവിക്കും. അങ്ങനെ ഒരു രാത്രി മെന്റലീവ് ആ അറേഞ്ച്മെന്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നപ്പോൾ അങ്ങോട്ട് വെച്ചു ആറ്റംസിനെ മാറ്റിക്കൊണ്ടേയിരുന്നപ്പോൾ അദ്ദേഹത്തിനൊരു ബുദ്ധി തോന്നി. ആറ്റത്തിന്റെ മാസില്ലേ, അറ്റോമിക് മാസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ ഒന്ന് ചെയ്തു നോക്കാം. അങ്ങനെ അദ്ദേഹം അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ ആറ്റത്തിനെ എങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കി. ഏറ്റവും കുറഞ്ഞ അറ്റോമിക് മാസ്, പിന്നെ കൂടിയത്, അങ്ങനെ ആദ്യം ഏറ്റവും കുഞ്ഞനായിട്ടുള്ള ആറ്റമായിട്ടുള്ള ഹൈഡ്രജനെ വെച്ചു. പിന്നെ എങ്ങനെ കൂടി വരുന്ന രൂപത്തിൽ വെച്ചു. അങ്ങനെ നീളങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടാവാം. പിന്നീട് അദ്ദേഹം നീളങ്ങനെ വെച്ചപ്പോൾ പ്രത്യേകിച്ചൊരു ഗുണമില്ല. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ ആണെന്നല്ലാതെ വേറൊന്നും അദ്ദേഹം തോന്നിയില്ല, ഒരു തൃപ്തി തോന്നിയില്ല.
ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അങ്ങനെ അദ്ദേഹം ഓരോ എലമെന്റിനെ പിടിച്ച് താഴേക്ക് വെച്ച് ഒരു പ്രത്യേക തരം അറേഞ്ച്മെന്റിലേക്ക് എത്തി. അങ്ങനെ അദ്ദേഹം ഞെട്ടി വിറച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പോലും വിറച്ചു പോയ ആ ഒരു കണ്ടുപിടുത്തമായി മാറി. അതാണ് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ. നോക്കിയപ്പോൾ ആ അറേഞ്ച്മെന്റിൽ എന്താ കണ്ടതെന്നറിയോ? കുത്തനെയുള്ള കോളങ്ങൾ ഉണ്ടല്ലോ, ആ കോളങ്ങളിൽ വന്ന എലമെന്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ആ എലമെന്റ്സ് ഒക്കെ ഏകദേശം സെയിം നാച്ചർ, ഒരേ രാസ സ്വഭാവം കാണിക്കുന്ന, ഒരേ ഫിസിക്കൽ നാച്ചർ കാണിക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളത്. നോക്കിയാൽ നിങ്ങൾ, എന്താണ് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ഒരു ഗ്രൂപ്പിൽ വന്ന ആളുകളൊക്കെ ഒരേ സ്വഭാവം കാണിക്കുന്നു. അങ്ങനെ ആ കോളങ്ങൾക്കൊക്കെ മൂപ്പര് പേരിട്ടു. എന്താ പേരിട്ട അദ്ദേഹം? ആ ഗ്രൂപ്പ്സ് എന്ന് പേരിട്ടു. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ വിലങ്ങനെയുള്ള ഒരുപാട് നിരകൾ ഉണ്ടാവുമല്ലോ, അതിന് പിരീഡുകളെന്നും പേരിട്ടു. അങ്ങനെ അദ്ദേഹം ഗ്രൂപ്പുകളും പിരീഡുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ആദ്യമായിട്ട് മെന്റലീവ് പീരിയോഡിക് ടേബിളിനെ അവതരിപ്പിച്ചു. ഇത് ലോകത്തിനൊക്കെ അത്ഭുതമായിരുന്നു. എത്രയോ കാലങ്ങളായിട്ടുള്ള എലമെന്റ്സിനെ ഇത്ര ഭംഗിയായി അറേഞ്ച് ചെയ്യാൻ മെന്റലീവിന് കഴിഞ്ഞു എന്നുള്ളതാ. ഇത് 1-2 ദിവസത്തെ പ്രയത്നമല്ല കേട്ടോ, ഒരുപാട് ദിവസങ്ങൾ മെന്റലീവ് ഇതിനു വേണ്ടിയിട്ട് ഉറക്കം വെച്ചിട്ടുണ്ട്. മക്കളെ നോക്കണേ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ വന്നിട്ടുള്ളത്. മെന്റലീവ് അങ്ങനെ പറഞ്ഞു, എൻ്റെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത ഇതാണ്, ഇത് മാസ് നമ്പറിന്റെ ഓർഡറിലാണുള്ളത്. അങ്ങനെ അദ്ദേഹം ആ പീരിയോഡിക നിയമം പറഞ്ഞു. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസസ്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന് അനുസൃതമായിരിക്കും. കാരണം എന്താണ്? അറ്റോമിക മാസിനെ അറേഞ്ച് ചെയ്തപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത്, ഇങ്ങനെയുള്ളൊരു എന്താ പറയുക അറേഞ്ച്മെന്റ് കിട്ടിയത്. അപ്പോൾ എല്ലാ ആറ്റത്തിൻ്റെയും അതിൻ്റെ എല്ലാ സ്വഭാവവും എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? അറ്റോമിക് മാസിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മെന്റലീവിന്റെ പീരിയോഡിക നിയമം, പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഒരു സാധനം കണ്ടെത്തി കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിച്ചു നോക്കിയ മക്കളെ, അത്ഭുതം എന്ന് പറയട്ടെ, മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ചില സ്ഥലങ്ങളിൽ വാക്കന്റ് സ്പേസ് കണ്ടു. വാക്കന്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? കാലിയായിട്ടുള്ള സ്ഥലങ്ങൾ. മെന്റലീവിനോട് ചോദിച്ചു, മെന്റലീവേ 60ഓളം എലമെന്റ്സ് ഉണ്ടായിട്ട് നീ എന്തിനാ ഇവിടെ ഇടയിൽ ഒഴിച്ചിട്ടത്? ഇങ്ങനെ സ്പേസ് ഒഴിച്ചിട്ടത് എന്താ? മെന്റലീവ് പറഞ്ഞു, ഇപ്പം 60ഓളം എലമെന്റേ ഉള്ളൂ, പക്ഷെ ഭാവിയിൽ എലമെന്റ്സ് കണ്ടെത്തും. ആ എലമെന്റ്സ് കണ്ടെത്തുമ്പോൾ ആ എലമെന്റ്സിനെ സ്പേസ് ചെയ്താലുള്ള പ്ലേസ് ചെയ്യാനുള്ള ആ സ്പേസ് ആണ് ഇത് എന്ന് ആര് പറഞ്ഞു? മെന്റലീവ് പറഞ്ഞു. അത് മാത്രമല്ല കേട്ടോ, ഭാവിയിൽ കണ്ടെത്താനുള്ള ആ എലമെന്റ്സിനെ പറ്റിയിട്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് പ്രവചിക്കാൻ വരെ ആർക്ക് പറ്റി എന്നുള്ളതാണ്? മെന്റലീവിന് പറ്റി എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാം സാർ അതിന്, മറ്റൊന്നുമല്ല. മെന്റലീവ് പറഞ്ഞു, അലുമിനിയത്തിന്റെ താഴെ കണ്ടോ നിങ്ങൾ? ഈ കാണുന്ന അലുമിനിയത്തിന്റെ താഴെ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? 2 സ്പേസ് കാണാൻ പറ്റും. അപ്പോൾ അലുമിനിയത്തിന് തൊട്ടു താഴെയായിട്ട് ഇപ്പോൾ കണ്ടെത്താത്ത 2 എലമെന്റ്സിനെ കണ്ടെത്തും. എന്നാൽ അലുമിനിയത്തിന്റെ തൊട്ടു താഴെയായി കണ്ടെത്തുന്ന എലമെന്റിന് മെന്റലീവ് പേരിട്ടു അക്കാ അലുമിനിയം. എന്തായിരുന്നു പേര്? അക്കാ അലുമിനിയം എന്ന് പേരിട്ടു. ഓക്കെ, മെന്റലീവ് പറഞ്ഞും ചെയ്തു, അക്കാ അലുമിനിയം എന്ന് ഞാൻ പേരിടുന്നു, പക്ഷെ ഭാവിയിൽ ആ എലമെന്റിനെ ആര് കണ്ടെത്തുന്നോ അയാൾക്കാണ് അതിന് പേരിടാനുള്ള അവകാശം. മാത്രമല്ല മെന്റലീവ് പറഞ്ഞു, ആ കണ്ടെത്തുന്ന എലമെന്റിന്റെ പ്രോപ്പർട്ടിയെ പറ്റിയിട്ട് ഞാൻ ഇന്ന് പ്രവചിക്കാം. ആ അലുമിനിയത്തിന്റെ താഴെ വരുന്ന ആ എലമെന്റ് മെറ്റൽ ആയിരിക്കും, ലോഹമായിരിക്കും. നോക്കിയാൽ നിങ്ങൾ, കണ്ടെത്താത്ത സാധനത്തെ പറ്റിയിട്ടാണ് മെന്റലീവ് പറയുന്നത്. ലോഹമായിരിക്കും, പക്ഷേ അത് നമ്മുടെ കയ്യിൽ വെച്ചാൽ ഉരുകിപ്പോവും. ആളുകൾ പൊട്ടിച്ചിരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, കയ്യിൽ വെച്ചാൽ ഉരുകുന്ന മെറ്റലോ അല്ലേ? കാരണം അന്നത്തെ ആളുകളുടെ കണ്ണിൽ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇരുമ്പ്, അലുമിനിയം അല്ലേ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹാർഡ് മെറ്റൽസ് ആണ്. അതൊന്നും കയ്യിൽ വെച്ചാൽ ഉരുകുന്ന സാധനമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അല്ലേ ഞാനിന്ന് പറയാണ് മക്കളെ, ഭാവിയിൽ നമുക്ക് പറന്ന് പോകാൻ പറ്റും. കണ്ണടച്ച് തുറക്കുമ്പോൾ ഇതിന് ഓരോ സ്ഥലത്ത് എത്താൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കളിയാക്കൂലേ, പക്ഷെ അതിന് പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ഇതുപോലെ അന്ന് കയ്യിൽ വെച്ചാൽ ഉരുകിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ, അതൊരു മെറ്റൽ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചിരിച്ചു. പൊട്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ലടോ എന്നുള്ള രൂപത്തിൽ പറഞ്ഞിരിക്കാം. ഓക്കെ, എനിവേ, ഭാവിയിൽ ആ എലമെന്റ്, മെന്റലീവിന്റെ ഒക്കെ മരണശേഷമാണ് ആ എലമെന്റ് കണ്ടെത്തി. ആ എലമെന്റിന്റെ പേരായിരുന്നു ഗാലിയം. എന്താണ് ആ എലമെന്റിന്റെ പേര്? ഗാലിയം. ഓക്കെ, ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവും. അലുമിനിയത്തിന്റെ തൊട്ടു താഴെയായിട്ട് ഒരു എലമെന്റ് ഉണ്ട്. ഇതാ കണ്ടോ, അലുമിനിയത്തിന്റെ തൊട്ടു താഴെയായിട്ട് ആരുണ്ട്? ഗാലിയം ഉണ്ട്. ഇതായിരുന്നു മെന്റലീവ് പണ്ട് പറഞ്ഞ അക്കാ അലുമിനിയം മെന്റലീവ് പേരിട്ടത്. മക്കൾക്ക് ഒരു സീക്രട്ട് അറിയോ? ഗാലിയത്തിനെ കണ്ടെത്തിയപ്പോൾ, ഗാലിയം ഒരു ലോഹമാണ്, പക്ഷേ ആ ഗാലിയം മെൽറ്റിംഗ് പോയിന്റ് അഥവാ അതിന്റെ ദ്രവണാങ്കം അത് ഉരുകിപ്പോവുക ഏകദേശം 28-25 ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിലാണ്. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസിന്റെ മേലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിൽ ഉരുകി പോകുന്ന ഒരു വസ്തു നമ്മുടെ കയ്യിൽ വെച്ചാൽ ഉരുകിപ്പോവില്ലേ? ഇതാണ് മെന്റലീവ് വന്ന് പറഞ്ഞ് കയ്യിൽ വെച്ചാൽ ഉരുകുന്ന ലോഹത്തിനെ കണ്ടെത്തുന്നുള്ളത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബെനിഫിറ്റ്സ് ആർക്കുണ്ടായിരുന്നു? മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന് ഉണ്ടായിരുന്നു. ഇതൊക്കെ ആണെങ്കിലും മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിഞ്ഞില്ല. എന്താ ചോദ്യങ്ങൾ? മക്കൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് സാറ്,
പ്രത്യേകിച്ച് അതിനെപ്പറ്റി നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അബൌട്ട് ഐസോടോപ്സ് അല്ലേ. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾക്കറിയാം, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും വരുന്ന ആളുകളാണ് ഐസോടോപ്പ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സാർ ഇവിടെ പറയാം, കാർബണിൻ്റെ ഐസോടോപ്പാണ് കാർബൺ 612, കാർബൺ 613, കാർബൺ 614. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് മാസുകൾ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണല്ലോ മെൻ്റലീവ് എന്ത് ചെയ്തത്, അതിൻ്റെ ആറ്റങ്ങളെ അറേഞ്ച് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കാർബൺ 12 ശേഷം ആരെ കൊടുക്കണം, കാർബൺ 13 കൊടുക്കണം. കാരണം 12 കഴിഞ്ഞ് വരുന്ന എലമെൻ്റ് അല്ലേ 13, അത് കഴിഞ്ഞിട്ട് ആരെ കൊടുക്കണം, 14 കൊടുക്കണം. പക്ഷേ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ എന്താണ്, നിർഭാഗ്യവശാൽ ഒരൊറ്റ കാർബൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാർബണിൻ്റെ ശേഷം എന്ത് ചെയ്താൽ ഇവിടെ ഒരു കാർബൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാർബണിൻ്റെ ശേഷം ആരെ കൊടുത്തത്, നൈട്രജൻ. ശരിക്കും മാസ് നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് മെൻ്റലീവ് ചെയ്തതെങ്കിൽ കാർബണിൻ്റെ ശേഷം ആരെ കൊടുക്കേണ്ടത്, കാർബൺ 13 കൊടുക്കണം, പിന്നെ 14 കൊടുക്കണം. അപ്പോൾ ഐസോടോപ്പുകൾക്ക് ഒരു സ്ഥാനം നൽകാൻ മെൻ്റലീവ്ക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഐസോടോപ്പുകൾക്ക് സ്ഥാനം നൽകണം എന്ന് പറയാൻ കാരണം, മാസ് നമ്പർ കൂടി വരുന്ന ക്രമത്തിലല്ലേ മെൻ്റലീവ് നീ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ ഐസോടോപ്പിനെ എഴുതേണ്ടതില്ലേ എന്ന് ചോദിച്ചപ്പോൾ മെൻ്റലീവ് ഉത്തരമില്ലായിരുന്നു. പിന്നെ ഒരേ ഗ്രൂപ്പിൽ വരുന്നവർ ഒരേ സ്വഭാവം കാണിക്കുന്നൊക്കെ മെൻ്റലീവ് പറഞ്ഞെങ്കിലും ചില ഗ്രൂപ്പുകളിൽ എന്താണ്, അതിന് വ്യത്യാസം വന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ഹൈഡ്രജൻ എന്ന എലമെൻറ്റ് മക്കൾക്ക് അറിയാം, അത് ഗ്യാസ് ആണ്. പക്ഷേ ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരൊക്കെ എന്താണ്, ലോഹങ്ങളാണ്, മെറ്റൽസ് ആണ്. അങ്ങനെ തുടങ്ങി കുറച്ച് എലമെൻസിനൊക്കെ എന്താ പറയുക, മെൻ്റലീവിന് അങ്ങനെ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. ഇതൊക്കെ ലിമിറ്റേഷനാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. മെൻ്റലീവ് ഈ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് അറ്റോമിക് മാസുകൾ തിരുത്തപ്പെട്ടിട്ടുണ്ട്. അതായത് തെറ്റിദ്ധരിച്ച അറ്റോമിക് മാസുകളെ മെൻ്റലീവ് തിരുത്തിയിട്ട് അതിൻ്റെ പുതിയ ശരിയായ അറ്റോമിക് മാസൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിന് ലിമിറ്റേഷൻ ഉണ്ട്, എന്നാൽ മെറിറ്റ്സും ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മക്കളെ. എന്താണ് മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ, ഓക്കെ, അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. സമാന ഗുണങ്ങൾ, ഒരേ ഗുണങ്ങളുള്ള മൂലകങ്ങളെയൊക്കെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം, മേന്മ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്നെന്താണ്, ചില മൂലകങ്ങളുടെ അറ്റോമിക് മാസുകൾ തെറ്റായിരുന്നു, അത് തിരുത്തപ്പെട്ടു എന്നുള്ളതാണ്. മക്കൾക്ക് ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. മറ്റൊന്നെന്താണ്, കണ്ടെത്താനുള്ള മൂലകങ്ങളെ പറ്റി അദ്ദേഹം ചെയ്തു, പ്രവചിച്ചു, പ്രെഡിക്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ എന്താണെടാ, യെസ്, മേന്മകളാണ്. എന്നാൽ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിമെറിറ്റ്സ് എന്താണ്, യെസ്, ഗുണങ്ങളിൽ വ്യത്യാസമുള്ള സ്വഭാവത്തിൽ ഡിഫറെൻറ്റ് നാച്ചുറൽ ആളുകളൊക്കെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതിന് എക്സാമ്പിൾ സോഡിയം, പൊട്ടാസ്യം ഒക്കെ ഉള്ള ആളുകളിൽ അതിൽ തന്നെ അതേപോലെ മൃദുലോഹങ്ങളാണ്, സോഫ്റ്റ് മെറ്റൽസ് ആണ് സോഡിയം, പൊട്ടാസ്യം ഒക്കെ. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ആരെ കൊണ്ടുപോയിട്ടു, കോപ്പർ, സിൽവർ ഒക്കെ പോലെയുള്ള കഠിന ലോഹങ്ങൾ, ഹാർഡ് മെറ്റൽസിനെ കൊണ്ടുപോയിട്ടു. ഓക്കെ, അപ്പോൾ അതൊക്കെ മെൻ്റലീവിൻ്റെ ലിമിറ്റേഷൻസ് ആയിരുന്നു. പിന്നെന്താണ് മക്കളെ, അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമം അഥവാ ഇൻക്രീസിങ് ഓർഡർ എല്ലാ സ്ഥലത്തും കീപ്പ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല, മെൻ്റലീവിന് കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ അതിൻ്റെ എന്താണ്, ലിമിറ്റേഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ തുടങ്ങി ഐസോടോപ്സിന് ഒരു സ്ഥാനം നൽകാൻ മെൻ്റലീവ്സിന് കഴിഞ്ഞില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും മെൻ്റലീവ് ഒരു തോൽവിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ആദ്യമായി മെൻ്റലീവ് ഗ്രൂപ്പ് എന്നും പീരീഡ് എന്നും ഒരേ ഗ്രൂപ്പിൽ ഒരേ സ്വഭാവം കാണിക്കുന്ന ആളുകൾ ഉൾപ്പെടുത്താമെന്നും ഇങ്ങനെയൊക്കെയാണ് പീരിയോഡിക് ടേബിൾ വേണ്ടതെന്നും കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് അതിനെപ്പറ്റി പഠിക്കാനും അതിൻ്റെ ലിമിറ്റേഷൻ കണ്ടെത്താനും സാധിച്ചത്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളൊരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തും. ഒരുപക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ടാവും, പക്ഷെ അത് ഭാവിയിൽ അതായിരിക്കാം. ആ ലിമിറ്റേഷൻ എന്തൊക്കെയാണ് അതിനെ പഠിച്ചിട്ട് പിന്നെ അത് തിരുത്തുമ്പോഴാണ് പുതിയ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തുക. ഓക്കെ, അങ്ങനെ പുതിയ കണ്ടുപിടുത്തം നടത്തി ഈ മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിളൊക്കെ തിരുത്തിക്കൊണ്ട് പുതിയതായിട്ട് ഒരു പീരിയോഡിക് ടേബിൾ എത്തിയതാണ് ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ അതാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ എത്തുമ്പോഴേക്ക് ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ് അതിനെ കൊണ്ടുവന്നത്. പക്ഷേ അന്ന് അത് എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു മക്കളെ, 60 അല്ലായിരുന്നു അന്നത്തെ എലമെന്റ്സിനെ കണക്ക്, 118 മേലെ എലമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മെൻ്റലീവ് ചെയ്തത് 60ഓളം എലമെന്റ്സിനെ വെച്ചിട്ടാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കണ്ടെത്തി 118 മേലെ അല്ലെങ്കിൽ 120 മേലെ എലമെന്റ്സ് ഉൾക്കൊള്ളുന്ന ഒരു ടേബിൾ ആയിട്ട് മാറി നമ്മുടെ പീരിയോഡിക് ടേബിൾ. അങ്ങനെ മോഡേൺ പീരിയോഡിക് ടേബിൾ ഉദയമെടുത്തു. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം, മോഡേൺ പീരിയോഡിക് ടേബിളിലും ഒരു കല്ലുകടിയായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊന്നല്ല, നമ്മുടെ ഹൈഡ്രജനെ പ്ലേസ് ചെയ്ത സ്ഥലമാണ്. ഹൈഡ്രജൻ ഒരിക്കലും ഇപ്പോഴൊരു കൃത്യമായ സ്ഥാനം നൽകാൻ സാധിച്ചിട്ടില്ല. അതിനൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും മോഡേൺ പീരിയോഡിക് ടേബിൾ എത്തിയപ്പോൾ എന്താണ് അദ്ദേഹം മാറ്റം വരുത്തിയത്? ഒരൊറ്റ മാറ്റമേ പറഞ്ഞിട്ടുള്ളൂ ഹെൻറി മോസ്ലി. മെൻ്റലീവ് കണ്ടെത്തിയ വഴികളിലൂടെ കൂടെ തന്നെയാണ് ഹെൻറി മോസ്ലി സഞ്ചരിച്ചത്. പക്ഷെ ഒരു മാറ്റം വരുത്തി. ഹെൻറി മോസ്ലി ചെയ്തത് എന്താണ്? മെൻ്റലീവ് ചെയ്തത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണെങ്കിൽ
ഹെൻറി മോസ്ലി ചെയ്തത് അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു. ആ ഒരൊറ്റ മാറ്റം മാത്രമായിരുന്നു ഹെൻറി മോസ്ലിക്ക് ഇത്രയും അധികം വലിയ കണ്ടുപിടുത്തം കാണാനായിട്ട് സാധിച്ചത്. അതായത് മെൻഡലീവ് പറഞ്ഞത് അറ്റോമിക് മാസിന്റെ ഓർഡറിലാണ് ആറ്റങ്ങളുടെ എല്ലാ സ്വഭാവം എന്ന് പറയുമ്പോൾ ഹെൻറി മോസ്ലി പറഞ്ഞു അതങ്ങനെയല്ല, അറ്റോമിക് നമ്പറിന്റെ ഓർഡറിലാണെന്നും തിരുത്തി. അങ്ങനെ എലമെന്റ്സിനെല്ലാം അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ ലോ എന്തായി മാറി? കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ് എന്നായി മാറി. നേരത്തെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞത് അറ്റോമിക് നമ്പർ എന്നായി മാറി. ഓക്കെ, ഇനി അവിടെയും പറഞ്ഞു ഗ്രൂപ്പ് ഉണ്ട്, പീരീഡ് ഉണ്ട്. ഇതൊക്കെ മെൻഡലീവ് പറഞ്ഞ പോലെയൊക്കെ തന്നെ പറഞ്ഞു. അതായത് ഹൊറിസോണ്ടൽ റോസ്, വിലങ്ങനെയുള്ള നിരകളെ പീരീഡുകൾ എന്ന് വിളിച്ചു. 7 പീരീഡ് ഉണ്ട് നമ്മളെ മോഡേൺ പീരിയോഡിക് ടേബിളിന്. ഓക്കെ, വെർട്ടിക്കൽ കോളംസ്, കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് വിളിച്ചു. 18ഓളം ഗ്രൂപ്പുകൾ ഉണ്ട് നമ്മളെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ. അതുപോലെ സെയിം നാച്ചർ കാണിക്കുന്ന എലമെന്റ്സ് ഒക്കെ സെയിം ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ പീരിയോഡിക് ടേബിളിനെ പോലെയൊക്കെ തന്നെയാണ്. യെസ്, അങ്ങനെ ഇത്രയും ആളുകളുള്ള പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പുകളുണ്ടോ അദ്ദേഹം ആ ഗ്രൂപ്പുകൾക്കൊക്കെ പേരിട്ടു. യെസ്, ഒന്നാമത്തെ ഗ്രൂപ്പിന് അദ്ദേഹം പറഞ്ഞു ആൽക്കലി മെറ്റൽസ് അഥവാ ആൽക്കലി ലോഹങ്ങളാണ് അതിലുള്ളത്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആൽക്കലി എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി എർത്ത് ലോഹങ്ങളാണെന്ന് പറഞ്ഞു. 3 മുതൽ 12 വരെയുള്ള ആ ഒരു ഗ്രൂപ്പുകളെ മൊത്തത്തിൽ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിച്ചു. 13ാമത്തെ ഗ്രൂപ്പിനെ വിളിച്ചു ബോറോൺ ഫാമിലി. 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ ഫാമിലി. 15ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലി. 16ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി. 17ാമത്തെ ഗ്രൂപ്പിന് സ്പെഷ്യൽ നെയിമാണ് ഹാലജൻസ്. 18ാമത്തെ ഗ്രൂപ്പിനും സ്പെഷ്യൽ നെയിമാണ് നോബൽ ഗ്യാസസ് അതല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ. ഇങ്ങനെ 18ഓളം ഗ്രൂപ്പുള്ള ഒരു അടിപൊളി മോഡേൺ പീരിയോഡിക് ടേബിൾ അങ്ങനെ ഹെൻറി മോസ്ലി കണ്ടെത്തി. ഇതിനുള്ളിലുമുണ്ട് ഒരുപാട് സീക്രട്ടുകൾ. അത് വരും കണ്ടന്റ് വീഡിയോസിൽ സാർ പറഞ്ഞിരുന്നതാണ്. നമ്മുടെ ലൈവ് വീഡിയോസിലൊക്കെ ഇതിന്റെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്നും ഇതിനുള്ളിലുള്ള സീക്രട്സും അതൊക്കെ എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാമെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവ് ഒന്നും കാണാൻ മറക്കരുത്. ഒപ്പം സൈലത്തിന്റെ എല്ലാവിധ ക്ലാസ്സുകളും കണ്ട് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കുക. ക്ലാസ് റൂമുകളിലൊക്കെ നിങ്ങൾ ഹീറോസ് ആയി മാറുക. സോ ഇന്ന് ഈ മെന്റലീവിന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാനുമാണ്, മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ പഠനവുമായിട്ട് മുന്നോട്ട് പോവുക. ഒരിക്കൽ മാജിക്കൽ ഡേ വരും. ആ മാജിക്കൽ ഡേ നിങ്ങളുടേതായിരിക്കും. പിന്നീട് അങ്ങോട്ട് ലോകം നിങ്ങളെ നന്നായി അറിയപ്പെടും. സോ അടുത്ത കണ്ടന്റ് വീഡിയോയിൽ ഇതിൽ ഉഷാറായിട്ട് കാണാം. അടുത്ത ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് സൈനിങ് ഓഫ്.